ഞാനിങ്ങനെ ഈ അസ്ലാമർലി യൂട്യൂബ് ചാനലിന്റെ ഒരു വളർച്ച ഇങ്ങനെ ആലോചിക്കായിരുന്നു. ആദ്യമായിട്ട് ഇന്റർവ്യൂ ചെയ്തത് കോവിഡ് സമയത്ത് ഫസ്റ്റ് നമ്മള് ചെയ്ത് അതെ ചേച്ചി അതെ എന്റെ ഒരു തുടക്കിട്ടത് അതെ ചേച്ചിയാണ്. ഒരു വീഡിയോ കോൾ ഇന്റർവ്യൂ. അതിനുശേഷം പിന്നീട് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അസ്ലയുടെ ആ കല്യാണമാണ്. ആ സമയത്ത് കല്യാണം. പക്ഷെ ആ ആളെ ഇതുവരെ കണ്ടിട്ടില്ല. ആ. ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു. അപ്പൊ അന്ന് ഞാനിങ്ങനെ വണ്ടറടിച്ചിരുന്നു. ഈശ്വര, ഇതുവരെ ഒരാളെ കാണാത്ത ആളെ കല്യാണത്തിലേക്ക് കൊണ്ടുവരുമ്പോ എന്തായിരിക്കും? എന്നോട് അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചിട്ടുണ്ട്. എൻഗേജ്മെന്റ് വരുമ്പോഴും ആളിവിടെ ഇല്ല. ആ അതിനുശേഷം കല്യാണത്തിനാണ് ഹസ്ബൻഡ് ഐ മീൻ അംജുക ഇവിടെ വരുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു ജേണിയില്ലേ, അതില് എപ്പോഴെങ്കിലും നമുക്ക് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരാളാണ് പാർട്ട്ണറായിട്ട് വന്നതെന്ന് എവിടെയെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഇല്ല. എനിക്ക് അതേപോലെ ഇപ്പൊ വീഡിയോ കോളിലും അതിലൊക്കെ കണ്ട സെയിം ആൾ തന്നെയാണ് ഈ 2 വർഷമായിട്ട്. ആ, അങ്ങനെ തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. അപ്പൊ എനിക്ക് ആ ഒരു ആ, ചേഞ്ച് എനിക്ക് തോന്നിയിട്ടില്ല. ആ. പിന്നെ നമ്മൾ കൂടെ ജീവിച്ചു തുടങ്ങുമ്പോൾ ഉം. നമ്മള് നല്ല ഫേസ് മാത്രമല്ലല്ലോ കാണാം, രണ്ടുപേരുടെയും ഒരു മോശം ഫേസും കൂടി കാണുമല്ലോ. തീർച്ചയായിട്ടും. ആ ഒരു വ്യത്യാസങ്ങളല്ലാണ്ട് ഇപ്പൊ ഇപ്പൊ അങ്ങനല്ലാണ്ട് ഉം, ആ ആള് സെയിം അതേപോലെ തന്നെയാണ്. ഉം, കാരണം അതേ രീതിയിൽ ലവ് എക്സ്പ്രസ് ചെയ്യുന്നത്, ഉം. അതേ രീതിയിൽ തന്നെയാണ് വിഷമം എക്സ്പ്രസ് ചെയ്യുന്നത്. ഇപ്പൊ ദേഷ്യം മാത്രമാണ് നമ്മൾ ചിലപ്പോൾ കാണാണ്ടിരിക്കുന്നുണ്ടായിരിക്കുക, കാരണം നമ്മൾ ഡേറ്റിംഗ് ഒരു ഫേസ് ആണല്ലോ അതെ, സമയം. അതെ. അപ്പൊ അത് മാത്രമാണ്. ഒരു പുതിയതായിട്ട് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെയും ഒരു ദേഷ്യമുള്ള മുഖമായിരിക്കും, ഒരു മാറ്റം, അല്ലാണ്ട് ഒന്നും ഒരു വ്യത്യാസവും ഇല്ല. ഉണ്ടായിട്ടില്ല.